വാഴ 2 എന്ന സിനിമ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ കാസർഗോഡിലെ കുറച്ച് പെൺകുട്ടികൾ അവിടെ പോയി അതിൻ്റെ ആ സിനിമയിൽ ദുആ ചെയ്യുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടി, അള്ളാഹുവെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഈ യാസീനെ നീ സ്വീകരിക്കണേ എന്ന്. ആ ഒരു സീൻ വരുന്നപ്പോൾ എല്ലാവരും ആമീൻ എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ അത് ആരോ റീൽസിലിട്ടു, മുസ്ലിം പെണ്ണുങ്ങൾ ബുർക്കയിട്ട് കാസർഗോഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് മുസ്ലിയാക്കന്മാർക്ക് വയലിൽ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ഉസ്താദന്മാരെ വീഡിയോൻ്റെ കമൻ്റാണ് വായിച്ചത്. കമൻറ്റിൽ മൊത്തത്തിലും ഉസ്താദിന് സപ്പോർട്ടായിട്ടല്ല, അതിൽ നമ്മളല്ല ഏറ്റവും 80% മുസ്ലിങ്ങളും ഉസ്താദിന് സപ്പോർട്ടായിട്ട് കമൻ്റ് ഇട്ടിട്ടില്ല. അതിൽ കമൻ്റ് ഇട്ട് നിങ്ങൾ ആദ്യം ദീന് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പരിപാടി നിർത്തണം, പിന്നെ ലൈവിൽ വന്നിട്ട് നിങ്ങൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ദീന് വിൽക്കുന്നുണ്ട്, നിങ്ങളെ സംഘടനയിൽ തല്ലാക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് 21-ാം നൂറ്റാണ്ടാണ്, ഇന്ന് സിനിമ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും അതെന്നെ പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് സിനിമ കാണുന്നതിനെ കുറിച്ച് വയലിൽ ഈ 2.5 മണിക്കൂർ 2 മണിക്കൂർ വയലിൽ കേൾക്കുന്ന ജനറേഷൻ്റെ കാലമല്ല ഇപ്പോൾ, അത് കഴിഞ്ഞ്. അങ്ങനെ വയലിൽ പറഞ്ഞ നീട്ടിയിട്ട് നരകക്കൊല്ലിയാണ് നിങ്ങൾ സിനിമ കാണരുതേ എന്ന് പറയാനും അല്ല ഞാനും വന്നത് ഈ തൊപ്പിയും വെച്ചിട്ട്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇപ്പോൾ ആൾക്കാർക്ക് സമയമില്ല. ഈ 2.5 മണിക്കൂർ 3 മിനിറ്റ് ഞാൻ പറയുന്ന ഈ ക്ലിപ്സിനെ കേൾക്കാൻ പോലെ ആർക്കും സമയമില്ല മോട്ടിവേഷൻ്റെ. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ ആൾക്കാരെ ബോധവൽക്കരിക്കേണ്ടത് ഇതുപോലുള്ള ഈ 2.5 മണിക്കൂർ വയലൊന്നും അല്ല, ഇത് ഒരുപാട് നീട്ടി വലിച്ച് ലാസ്റ്റ് സസ്പെൻസിൽ കുറച്ച് സിക്കർ പറഞ്ഞു കൊടുക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് അവരെ ദീനിലേക്ക് കൊണ്ടുവരാം, ഇനി പുതിയ ഒരു ടെക്നോളജി, അതായത് പുതിയ ഒരു തിങ്കിങ്ങിലൂടെ അവരെ ദീനിലേക്ക് കൊണ്ടുവന്ന രീതിയിലുള്ള പ്രസംഗമാണ് പറഞ്ഞു വരുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ ഹറാമാണോ ഹലാലാണോ എന്ന് പോലും അതിൽ ഹറാമാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ സിനിമ 2.5 മണിക്കൂറുണ്ട് അല്ലേ, 2-3 മണിക്കൂർ മാക്സിമം പോയാൽ. പക്ഷേ അതിനേക്കാൾ വലിയ ഡേഞ്ചറാണ് റീൽസ്. ഈ റീൽസ് കാണുന്ന ആൾക്കാരെന്നെ ചിലപ്പോൾ സിനിമയ്ക്ക് പോവില്ല, പക്ഷേ സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരെ നീ സിനിമയ്ക്ക് പോയി വലിയ തെറ്റാണ് ചെയ്തത്, കള്ളുടിച്ചതിനായിട്ട് വലിയ എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയാണ് ഈ റീൽസ് കാണുന്നത്. ഈ റീൽസ് ഒരു 2.5 മണിക്കൂർ കൊണ്ട് സിനിമയിലാകെ ഒരു 2 പാട്ടേ വരുന്നുള്ളൂ പെണ്ണുങ്ങളെ കാണിക്കുന്നത്. പക്ഷേ റീൽസിൽ മൊത്തം ഇതന്നെ പെണ്ണുങ്ങളെ തുള്ളലും പെണ്ണുങ്ങളെ പാട്ടും ഇതന്നെ കൂടുതൽ ഹറാം ഈ റീൽസിൽ കാണുന്നുണ്ട്. സിനിമ സ്ക്രീനിൽ കുറച്ച് വലുതായിട്ട് കാണുന്നതേ ഒന്നുള്ളൂ, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും തെറ്റാണ്. സിനിമ എങ്ങനെ തെറ്റാണോ അതുപോലെ തന്നെ റീൽസ് എന്തുകൊണ്ട് തെറ്റാണ്, അതിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സിനിമ എന്തുകൊണ്ടാണ് ഹറാമായത്? ഈ 3 മണിക്കൂർ ഞാനിപ്പോൾ സിനിമ തെറ്റാണ് അല്ലെങ്കിൽ കാരണം സിനിമ ഞാനും കാണുന്ന ഒരാളാണ്. സിനിമ കാണുന്നില്ല എന്ന് കളവിലാൻ പറ്റും. കാരണം ഏറ്റവും നമ്മളെ ജനറേഷന് നമ്മൾ വളർന്നു വന്ന ഇന്റർനെറ്റ് ഒന്നുമില്ല, മൊബൈലില്ല, ഇന്റർനെറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞായറാഴ്ച സിനിമ കാണും, 4 മണിക്ക് സിനിമ, TV ഇതൊക്കെ കണ്ട് വന്ന ആൾക്കാരാണ്. ആ സമയത്ത് ഭീതിബോധമില്ല നമ്മൾക്ക്. അപ്പോൾ സിനിമ ഒരു കോമഡി കണ്ട് ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തെറ്റിദ്ധാരിലേക്ക് ഈ പ്രേമം, ലവ് ലെറ്ററൊക്കെ ഈ സിനിമ നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടം, അത് അവരെ തെറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സിനിമ. അപ്പോൾ ഇപ്പോൾ ഈ ഇന്നത്തെ ജനറേഷനിൽ എനിക്ക് സിനിമ കാണണോ ആ ഒരു താല്പര്യം പോയി. ഇപ്പോൾ സിനിമ അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഏതെങ്കിലും വലിയ ഹിറ്റായി 100 കോടി ആകുമ്പോൾ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് പോകും. അപ്പോഴും അവൻ്റെ മനസ്സിലാ ഇത്ര പൈസ കൊടുത്ത് നോക്കണമെന്ന്. കാരണം OTTയിൽ 1 മാസം കഴിഞ്ഞാൽ വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം OTTയിൽ ഈ 3 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ സിനിമ കാരണം ഹറാമെന്ന് മാത്രമല്ല, ആ 3 മണിക്കൂർ വേസ്റ്റാണ് ആക്ച്വലി അല്ലേ. ആ 3 മണിക്കൂർ ഒന്ന് നോക്കാം, നമുക്ക് ഈ സമയമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ സമയത്തിന് ഏറ്റവും വാല്യൂ അല്ലേ, നമുക്ക് തീരെ സമയമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2.5 മണിക്കൂർ സിനിമ കാണാനുള്ള സമയം എപ്പോൾ കിട്ടുന്നത്? ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നത് 6 മണിക്ക് വന്ന് റൂമിലെത്തി ഫുഡ് ഉണ്ടാക്കി വീട്ടിലേക്കെല്ലാം വിളിച്ച് പിന്നെ 8 ഇശാ നിസ്കരിച്ച് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പിന്നെ 9 മണി 11 ഉറങ്ങേണ്ട സമയത്താണ് നമുക്ക് സിനിമ കാണാനുള്ള ആ സമയത്ത് സിനിമ 2 മണിക്കൂർ കണ്ടാൽ ഉറക്കവും പോകും, രാവിലെ സുബഹിയും കളാവും. പിന്നെ അതിന് 2 മണിക്കൂർ സിനിമ 2-3 റീൽസ് പ്രസംഗമോ ആയതോ അങ്ങനത്തെ നല്ല പരലോകത്ത് ചിന്തിപ്പിക്കുന്നതാണ് എനിക്ക് കൂടുതൽ. പക്ഷേ ഈ 2.5 മണിക്കൂർ 3 മണിക്കൂർ സിനിമ കണ്ടാൽ എന്താ, അവൻ്റെ സമയം പോയി, ആ 3 ഉറങ്ങേണ്ട സമയം പോയി. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തീരെ താല്പര്യം കുറേ, അൽഹംദുലില്ലാ. അപ്പോൾ തീരെ മനസ്സിൽ ഇഷ്ടമുണ്ട്. പക്ഷേ ആ ഇഷ്ടത്തെ നമ്മൾ എന്താക്കണം, അല്ലാഹുവിന് വേണ്ടി എന്താക്കണം, സമയത്തെ നഷ്ടപ്പെടാതെ വേറെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്കതിൽ ബർക്കത്ത് അല്ല തരും. ഇപ്പോൾ സിനിമ കണ്ടാൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, റീൽസ് ആയാലും സിനിമ എല്ലാം ഹറാമാണ്. അങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങളെ ഞാൻ കൂടുതൽ കുറ്റപ്പെടുത്തില്ല, കാരണം ഇന്നത്തെ കാലത്ത് ഒന്നെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റ ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യന്മാർ ഇന്നത്തെ ഉണ്ടാവില്ല അല്ലേ, ഉറപ്പാണ്. എന്തായിരുന്നാലും വയസ്സന്മാർക്ക് പോലും വാട്സപ്പ്, യൂട്യൂബ് വയലെല്ലാം കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഈ സിനിമ പിന്നെ പെണ്ണുങ്ങളെ വരുന്നത് നമ്മളെ തെറ്റിദ്ധരിയിലേക്ക് കൊണ്ടുവന്ന് നിസ്കാരത്തിനെ ബാധിക്കുന്നത്, ഖുർആനെ ബാധിക്കുന്ന, ഉറക്കത്തെ ബാധിക്കുന്നതിനെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് സിനിമ കാണാൻ കഴിയില്ല. അപ്പോൾ അതിന്
അതിന് പകരം നല്ല കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ദീനിനെ കുറിച്ച് നല്ലത് പഠിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ജനറേഷനായിട്ട് മുന്നോട്ട്. സിനിമ മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. 9 മണിയിൽ നിന്ന് 12 മണി വരെ സിനിമ മാത്രം കാണുന്ന ആൾക്കാർക്ക് മഗ്‌രിബ് ജമാഅത്ത് പോകുന്ന ആൾക്കാരായിരിക്കില്ല, ഇശാ ജമാഅത്തില്ല, മഗ്‌രിബിൻ്റെ ഇടയിൽ ഖുർആൻ ഓതുന്നവരായിരിക്കില്ല, സുബഹിക്ക് എണീക്കുന്നവർ, അങ്ങനത്തെ ആൾക്കാരെന്താവും സിനിമ കാണും, ഫുൾ ടൈം സിനിമ കാണും. അപ്പോൾ സിനിമകളിലുള്ളൊരു ദോഷം ഹറാമാവാനുള്ള കാരണം അത് നമ്മളെ നിസ്കാരത്തെ ബാധിക്കുന്നുണ്ട്, നമ്മളെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്, നമ്മളെ മൈൻഡ് സെറ്റിനെ ബാധിക്കുന്നുണ്ട്, നമ്മളെ തെറ്റായ ചിന്ത വരാൻ ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ സിനിമയും റീൽസും നമ്മളെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് അത് ഹറാമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളൊരു സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ ദീനൊന്നും പുറത്താവില്ല. ഒരു സിനിമ കണ്ടാൽ 3 മണിക്കൂർ സിനിമ കണ്ടാൽ ഒരു 100 ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെല്ലിയാൽ, ഒരു ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ ഇനി ഞാൻ പോയില്ല സിനിമയ്ക്ക്, അള്ളാഹു പുറത്തു തരണം എന്ന് പറഞ്ഞാൽ പുറത്തു തരും. സിനിമ എല്ലാം എന്ത് തെറ്റെയ്താലുള്ള പുറത്തു തരും. അങ്ങനെ നിങ്ങൾ സിനിമ തൗബ ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനെ ചെയ്യണം. അതല്ലാതെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തെറ്റുകൾ കൂടി, സിനിമേൻ്റെ കാര്യമല്ല ഏത് കാര്യമായാലും നമ്മൾ തെറ്റ് കൂടുതൽ ചെയ്തതിനനുസരിച്ച് നമ്മൾ മനസ്സ് കറുത്ത് പോകും. അപ്പോൾ ഇസ്തിഗ്ഫാർ ചെല്ലുക, കൂടുതൽ ഖുർആൻ ഓതുക, ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് തിയേറ്ററിലാവാൻ പാടില്ല അല്ലേ. 4 മണിക്ക് ഷോ തുടങ്ങിയാൽ അസറിൻ്റെ ജമാഅത്ത് പോയി, മഗ്‌രിബിൻ്റെ സമയം 7 മണിക്ക് പോയി, ഇശാൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ എവിടെയാണ് സമയം? അപ്പോൾ അത് ഒരുപാട് നമ്മളെ ബാധിക്കുന്നുണ്ട്. അത് ഹറാമാണ്. അത് മാത്രമല്ല, ഒരു സിനിമ നിങ്ങൾ കണ്ടാൽ അത് അള്ളാഹ് പുറത്തു തരും. ഏതുവരെ ആ സിനിമ ഞാൻ സിനിമ കണ്ടു എന്നിട്ട് പോസ്റ്റ് ചെയ്ത് 4 ആൾക്ക് അറിയിച്ചാൽ അള്ളാഹ് പുറത്തു തരില്ല. ഒരു തിന്മ നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നീ കാരണം വേറെ ഒരാൾ കണ്ട അതിൻ്റെ കുറ്റം നിനക്കും കിട്ടും. അപ്പോൾ അത് ഗൗരവമുള്ള സ്റ്റാറ്റസ് ഇടേണ്ട. ടിക്കറ്റിൻ്റെ പർച്ചേസ് എടുത്തിട്ട് അത് നീ സ്റ്റാറ്റസ് ഇടേണ്ട, അതിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യേണ്ട. നീ സിനിമ നീ അള്ളാഹ് കണ്ടെങ്കിൽ നീ അള്ളാഹിനോട് പൊരുത്തപ്പെട്ട് നിനക്ക് അള്ളാഹ് പൊരുത്തു തരും. മറ്റുള്ളവർ അറിയിച്ചാൽ അള്ളാഹ് പൊരുത്തു തരില്ല. അത് വലിയ ഗൗരവമുള്ള. പുറത്തു വരണമെങ്കിൽ അവന് ഒരുപാട് അവൻ പൊരുത്തപ്പെടണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തു പോകും, അള്ളാഹിനോട് മാപ്പറയാം. അത് പൊരുത്തപ്പെടാൻ തെറ്റൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹ് അതിനെ അറിയാതെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാപ്പ് വയ്ക്കുക. അപ്പോൾ സിനിമ ഹറാമാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, സമയത്തെ അത് കൊല്ലുന്നുണ്ട്, നമ്മൾ തെറ്റായ ചിന്ത തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സിനിമ ഹറാമാവുന്നത്.